വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച KSEB ജീവനക്കാരും പെൻഷൻകാരും ആലപ്പുഴയിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയ ഉത്തരവുകൾ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾ അംഗീകരിക്കുക, ക്ഷാമബദ്ധ ഗഡുകൾ നൽകുക, ആരോഗ്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചത്. ആലപ്പുഴ KSEB ഓഫീസിന് മുന്നിൽ നടന്ന സമരം ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AM ഷിറാസ് ഉദ്ഘാടനം ചെയ്തു. ഈടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ വർധന. ഏതാണ്ട് 87 കോടിയുടെ കടമുണ്ടെന്നും പറഞ്ഞിട്ടാണ് 9 പൈസ വെച്ച് സർക്കാർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം, ഏറ്റവും മാന്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് കീഴിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം. കർണാടകത്തിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന വൈദ്യുതി ഇവിടെ 1000 രൂപ കൊടുക്കണം. തമിഴ്നാട്ടിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന വൈദ്യുതി ഇവിടെ 1000 രൂപ കൊടുക്കണം. ഇതുപോലെ കൊള്ളയടിച്ച് ഒന്നും വേണ്ട. ലാവലിൻ എന്ന് പറയുന്ന ഒരു അഴിമതി, ലാവലിൻ എന്ന് പറയുന്ന പദ്ധതി, സാധാരണ പദ്ധതി നടപ്പാക്കിയിട്ടാണ് അഴിമതി നടപ്പാക്കുന്നത്. ഇത് പദ്ധതി പ്രഖ്യാപിച്ച പദ്ധതിയുടെ മുഴുവൻ പൈസയും ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അയക്കുന്ന പിണറായി വിജയൻ ഒറ്റയ്ക്ക് വിഴുങ്ങിയ അഴിമതിയാണ് ലാവലിൻ അഴിമതി. അങ്ങനെ പദ്ധതിയെ നടപ്പാക്കിയിട്ടില്ല. ആ ലാവലിൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് അതിന്റെ മുഴുവൻ പൈസ കൊള്ളയടിച്ച ഒരു ചരിത്രമാണ്. 340 കോടിക്ക് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് റോഡ് പണിയാൻ CPM തന്നെ ആ ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിച്ചതുപോലുള്ള ഒരു ഏർപ്പാടാണ്.